മോനെ സ്വാഭാവികമായും തിയേറ്റർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലേ ആദ്യത്തെ മാറ്റം. ഇങ്ങനെ ഒരു ഓപ്പണിംഗ് സെറമണി ആയതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ ഒരു ഇന്ത്യൻ ആർട്ട് കൾച്ചർ ഷോക്കേസ് ചെയ്യുന്നത് ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യാനും കൂടെ നമുക്കുള്ള ഒരു ബാധ്യതയുണ്ട്. അപ്പം ഇത് ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ സംഗതിയിലേക്കായിരിക്കും ഈ ഫിനാലെ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം തൃപ്തികരമായിരുന്നു ഒരുവിധം, കുറ്റങ്ങളുണ്ടെങ്കിൽ തന്നെ. പക്ഷേ ഇത്തവണ അതല്ല. തുടക്കം മുതലേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് ഒരു പാസ് എടുക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് വഴി കൊടുത്തിട്ട് പിന്നെ ബാങ്കിൽ കൊണ്ട് കൊടുത്ത് പിന്നെ അത് എടുക്കുന്ന ഒരു ദിവസം, പാസ് മേടിക്കാൻ വേറൊരു ദിവസം, ബുക്ക്ലെറ്റ് മേടിക്കണമെങ്കിൽ വേറൊരു ദിവസം. ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം. ഫിലിം ഫെസ്റ്റിവൽ വളരെ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ ഇനാഗുറേഷന് മന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ പാസ്സൊക്കെ ഒരാഴ്ച മുമ്പ് തന്നെ എല്ലാവർക്കും കയ്യിലിരിക്കുന്നത്. പിന്നെ ഓൺലൈനായിട്ടല്ലേ ഇവിടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യുക, പിന്നെ ബാങ്കിൽ ചലാനടച്ചങ്ങനെ. ഇപ്പോൾ വളരെ കഴിഞ്ഞ വർഷത്തെ 16ാമത് ഫിലിം ഫെസ്റ്റിവലിനേക്കാളും ഇപ്രാവശ്യം കുറച്ചുകൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നന്നായിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു പാർട്ടിസിപ്പേഷൻ ഉള്ളൊരു വലിയൊരു ഇവൻറ്റ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടക്കുന്നു എന്നറിയുന്നതാണ് ആദ്യം ആസ് എ ട്രിവാൻഡ്രം ഒരു റെസിഡൻറ്റ് നമുക്കുള്ളൊരു അഭിമാനം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഓർഗനൈസേഷൻ വളരെ നന്നായിട്ട് തന്നെ അതിൻ്റെ അതോറിറ്റിയിലുള്ളവർ ഇപ്പോൾ നടത്തുന്നുണ്ട്. കാരണം ആദ്യം തന്നെ ഇവിടെ ഒരു ക്യൂ പാലിച്ചായിരുന്നു നമ്മളെയൊക്കെ കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. സോ കുറേ റഷൊക്കെ ഒഴിവായി. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾ അബൌട്ട് ഓഡിയൻസ് ഒക്കെ വളരെ ഗ്രിപ്പായിട്ടുള്ള ഓഡിയൻസ് തന്നെയാണ്, ഒരുപാട് സബ്സ്റ്റൻസ് ഉള്ള ഓഡിയൻസ് തന്നെയാണ്. നല്ല നല്ല സിനിമകൾ കാണാനുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് കൊടുത്ത് തന്നെ ഇതിൻ്റെ പിറകിലുണ്ട് കേട്ടോ. So the wish to express the love and the cinema. That's what women have to think about. To make it with love, to love to the cinema and the power of the cinema, and you know, with love in the heart, so you can transform people and transform societies and transform meanings. IFFക്ക് തുടങ്ങിയ നാളെ മുതൽ ഞാനിത് കാണാറുണ്ട്. എന്ത് വലിയ പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇതിനു വേണ്ടി ആ സമയം മാറ്റി വെക്കാറുണ്ട്. ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, അത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു. നമ്മുടെ ഈ ഭരണത്തിൻ്റെ മാറ്റം തന്നെ ഒരു വലിയ മാറ്റമല്ലേ? ആ മാറ്റം ഇതിൽ നന്നായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. എന്തായാലും പുതുമയുള്ള രീതിയിലാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഇതെല്ലാം പുതുമയുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. പിന്നെ ഡെലിഗേറ്റ്സിനാണേലും ഗസ്റ്റിനാണേലും വേണ്ട നല്ല അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു പുതിയ മാനേജ്മെൻറ്റാണ് തിയേറ്റർ നോക്കുന്നത്. മാനേജ്മെൻറ്റ് പഴയത് തന്നെയാണ്, ഞങ്ങളുടെ ഒരു പുതിയ തലമുറ. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റായ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അഞ്ജലിയിൽ ക്രിസ്റ്റി 2230 എന്നുള്ള പ്രൊജക്ടറാണ്. ദാറ്റ് ഈസ് ദ ബ്രൈറ്റസ്റ്റ് പ്രൊജക്ടർ ഇൻ ദ വേൾഡ്. ഇറ്റ്സ് ദ ബെസ്റ്റ് പ്രൊജക്ഷൻ. എല്ലാ ഡയറക്ടേഴ്സ് കൂടെ വന്ന് ഇപ്പോൾ രഞ്ജിത്തേട്ടൻ വന്നിട്ടും പറഞ്ഞു ദ ബെസ്റ്റ് പ്രൊജക്ഷൻ. സോ നമ്മളങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വി ആർ റണ്ണിങ് എ 4K സെർവർ. Yes, I think it's one of the best film festivals, certainly I think the best film festival in India. From my experience, I certainly think it's a festival for cineasts, people that take cinema seriously. It's very well organised, obviously great volunteers support as well, so we had lots of people, young business management students who are keen to help the festival, be successful. And you feel the city's really behind the festival as well, which is great. And you've got a great range of films by the looks of it, so really looking forward to the festival for the next few days. എല്ലാ വർഷം പോലെ തന്നെ 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ, വളരെ നന്നായിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് തിയേറ്ററിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ആയാലും മൊത്തത്തിലൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്.